അതുതന്നെയാണ് നേരത്തെ ബിജുവിൻ്റെ സഹപാഠി, മരണപ്പെട്ട ബിജുവിൻ്റെ സഹപാഠി ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല, അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഈ ഭാഗത്ത് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അലേർട്ട് പോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ 42 പേർ അവിടെ നിന്ന് മാറിയത്. അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ആകുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കൂ. അത്രയും അധികം പ്രശ്നങ്ങളാണ്. ബിന്നിൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ദേശീയപാത നിർമ്മാണം എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുമായിരുന്നത്. കാരണം ഈ ഇത്രയും കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടത്. ഇപ്പോൾ ജെയിനസ് രാജു നമുക്കൊപ്പം ഉണ്ട്. ജെയിൻ, വരുമ്പോഴുണ്ടായിരുന്ന ഒരു കാഴ്ച എന്തായിരുന്നു ഇവിടെ? വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ കെട്ടിടം പൂർണ്ണമായും തകർന്ന് താഴേക്ക് കിടക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നിയത് ഈ മേൽക്കൂര അത് പൂർണ്ണമായും ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ അതിൻ്റെ അടിവശം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വലിയ ബീമുകളുണ്ടായിരുന്നു. ആ ബീമാണ് ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ മേത്തേക്ക് കടന്നിരുന്നത്. ആദ്യഘട്ടത്തിലുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബീം പൊട്ടിച്ച് മാറ്റുക എന്നുള്ളതായിരുന്നു. ഒരാൾ ജീവനോട് അടിയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ബീം മറ്റെന്തെങ്കിലും ഹാർഡായിട്ടുള്ള രീതിയിൽ പൊട്ടിച്ച് മാറ്റാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ വളരെ സാവധാനത്തിൽ കോൺക്രീറ്റ് കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ കുറേ ഭാഗം പൊളിച്ചു നീക്കിയപ്പോൾ സംഭവിച്ചത് ഈ മേൽക്കൂര താഴേക്കിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവർ കിടന്നിരുന്ന ആ കട്ടിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ഒരു അലമാരി ഉണ്ടായിരുന്നു. ആ അലമാരിക്കിടയിലായിരുന്നു ഇവർ പെട്ടുപോയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ബിജുവിൻ്റെ കാലുകൾക്കിടയിലായിരുന്നു സന്ധ്യയുടെ കാലുകളുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വലിച്ചുവരെ പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത സ്ഥിതി. അതിനെ തുടർന്നാണ് ഏതാണ്ട് 5 മണിക്കൂറിലേറെ സമയം ഈ രക്ഷാപ്രവർത്തനത്തിൽ സന്ധ്യയെ മാത്രം പുറത്തെടുക്കാൻ ആവശ്യമായിട്ട് വന്നത്. ഏറ്റവും ഒടുവിൽ ഓരോ ഘട്ടങ്ങളായി വലിയ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ താങ്ങി നിർത്തി ആണ് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് സന്ധ്യയെ പുറത്തേക്ക് എടുത്തത്. സന്ധ്യയെ പുറത്തേക്ക് എടുത്തപ്പോഴും ബിജു അതിൻ്റെ അടിയിലാണ് കിടന്നിരുന്നത്. ബിജുവിനെ പുറത്തേക്ക് എടുക്കാൻ ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ട പരിശ്രമം വേണ്ടി വന്നു. ബിജുവിനെ ജീവനോട് ഭാഗത്താണോ ഈ ബിജു സന്ധ്യയെ കിടന്നിരുന്നത്? ഈ ഭാഗത്ത് ഇതിൻ്റെ അകത്തേക്കാണ്. ഈ മേൽക്കൂര JCB ഉപയോഗിച്ചുകൊണ്ട് പൊക്കിയതിന് ശേഷമാണ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയാത്ത അതിൻ്റെ അപ്പുറത്താണ് അവർ കിടന്നിരുന്നത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞത്. രക്ഷാപ്രവർത്തകർ 2 വഴിയിലൂടെയാണ് അകത്തേക്ക് കയറിയത്. ഒന്ന്, ഇവിടെ ഈ ചാലുണ്ടാക്കി മണ്ണ് നീക്കം ചെയ്ത് അകത്തേക്ക് കയറി. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് JCB ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് മേൽക്കൂര ഉയർത്തി അതിനുശേഷം അതിൻ്റെ ഇടയിലൂടെ രക്ഷാപ്രവർത്തകർ ഇറങ്ങിയതിന് ശേഷമാണ് ബിജുവിനെ പുറത്തേക്ക് എടുക്കുന്നത്. സന്ധ്യ ഈ ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ കോൺക്രീറ്റ് ഭിത്തികൾ ഉണ്ടായിരുന്ന ഉള്ള ഭാഗത്ത് തന്നെ ആ ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ കാല് അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ബിജുവിൻ്റെ കാലുകൾക്കിടയിലായിരുന്നു. ഈ അലമാരയ്ക്കും അതോടൊപ്പം തന്നെ കട്ടിലിനും ഒക്കെ ഇടയിലാണ് സന്ധ്യപ്പെട്ടത്. ഒരുപക്ഷെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായതായിരിക്കും അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് അവരെ സഹായിച്ചത്. തീർച്ചയായിട്ടും. കാരണം ഇവർ കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഇവർ ഒരുമിച്ചായിരിക്കും കിടന്നത്. ഈ അപകടമുണ്ടായ സമയത്ത് ബിജുവിൻ്റെ ദേഹത്തേക്കാണ് ഈ വലിയ കോൺക്രീറ്റ് ബീം വന്ന് പതിച്ചത്. ബിജു അതിൻ്റെ അടിയിൽ പെട്ടുപോയി. അതിൻ്റെ ഇടയിൽ സന്ധ്യയുടെ കാല് കുടുങ്ങി. സന്ധ്യയുടെ അരയ്ക്ക് കീഴോട്ടാണ് കാര്യമായിട്ടുള്ള പരിക്കുകളുള്ളത്. അപ്പോൾ അവരെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഈ കോൺക്രീറ്റ് ബീം പൊളിച്ച് നീക്കണമായിരുന്നു. ആ കോൺക്രീറ്റ് ബീം പൊളിച്ച് നീക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ മേളിലിരുന്ന ഈ മേൽക്കൂര താഴേക്ക് ഇരിക്കും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ശകലമായിട്ട് ഇത് കോൺക്രീറ്റ് കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ച് നീക്കി. ഏറ്റവും അടിയിലേക്ക് വന്നപ്പോൾ അവരുടെ തൊട്ടടുത്താണ് പിന്നീട് പൊളിക്കേണ്ടത്. അപ്പം മറ്റെന്തെങ്കിലും ഹാർഡായിട്ടുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഇത് പൊളിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ സാവധാനത്തിൽ മാത്രം പൊളിച്ചാണ് അവരെ പുറത്തേക്ക് എടുത്തത്. ഏതാണ്ട് ആ സമയം ആദ്യഘട്ടത്തിൽ തന്നെ വൈദ്യ സഹായം ഇവിടെ എത്തിയിരുന്നു. ഡോക്ടർ എത്തി സന്ധ്യയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സന്ധ്യയുടെ പൾസ് നോക്കുന്നുണ്ട്. അവരുടെ വൈറ്റൽസ് എല്ലാം നോർമലായിരുന്നു. പക്ഷെ ബിജുവിൻ്റെ കൈകൾ മാത്രം. സന്ധ്യയെ പുറത്തെടുത്ത ശേഷം ഡോക്ടർ നമ്മളോട് പറഞ്ഞു സന്ധ്യയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, പക്ഷേ ബിജുവിന് പൾസ് ഇല്ല എന്നത് ആദ്യമേ തന്നെ അവർക്ക് മനസ്സിലായിരുന്നു. തീർച്ചയായിട്ടും. ബിജുവിൻ്റെ കൈകൾ മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ. ആ കൈകൾ പൾസ് നോക്കി. ആദ്യഘട്ടത്തിൽ നമ്മൾ വന്ന ഘട്ടത്തിൽ തന്നെ ഡോക്ടർ കൃത്യമായി പറഞ്ഞിരുന്നു ബിജുവിന് പൾസ് ഇല്ല എന്നുള്ളത്. പക്ഷേ രക്ഷാപ്രവർത്തനം 1% വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ബിജുവിന് ജീവനോടെ 1% സാധ്യതയുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ സന്ധ്യയെ
പുറത്തിറക്കി എടുത്തതിന് ശേഷം പോലും ഒരു 2 മണിക്കൂറോളം ബിജുവിനെ പുറത്തെടുക്കാൻ ആയിട്ട് വേണ്ടി വന്നു. പക്ഷേ ബിജുവിൻ്റെ ശരീരത്തിൽ ഈ ബീം വന്ന് പതിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഉൾപ്പെടുന്ന മേഖലയിൽ അല്ലെങ്കിൽ കഴുത്തിലേക്ക് ഈ കോൺക്രീറ്റ് ബീം വന്ന് പതിച്ചു. അതോടൊപ്പം തന്നെ തലയ്ക്കും കാര്യമായിട്ടുള്ള പരിക്കുകളുണ്ട്. അദ്ദേഹം രക്ഷാപ്രവർത്തകർ നമ്മളോട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ വന്ന സമയത്ത് ബിജുവിൻ്റെ കൈകൾ അനങ്ങുന്നുണ്ടായിരുന്നു. ബിജു സന്ധ്യയുടെ ചുമലിൽ പിടിച്ച അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ആ കൈകളുടെ ചലനം നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ആദ്യഘട്ടം തന്നെ ഉറപ്പിച്ചിരുന്നു ബിജുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ബിജുവിൻ്റെ കഴുത്തിന് മുകളിലേക്കാണ് പരിക്ക് കൂടുതലായിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും കഴുത്തിന് മുകളിൽ മാത്രമല്ല ശരീരത്തിൽ ആകമാനം പരിക്കുകളുണ്ട്. ഏതാണ്ട് ചതഞ്ഞ് അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് ബീം മേളിലേക്ക് വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിൽ ആകമാനം ഉണ്ടാകുന്ന പരിക്കുകളുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. പക്ഷേ ഈ സന്ധ്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അരയ്ക്ക് കീഴ്പോട്ട് മാത്രമേ പരിക്കുള്ളൂ. അതാണ് അവരുടെ ജീവൻ ഒരുപക്ഷെ നിലനിർത്തിയത്. തീർച്ചയായിട്ടും അവരുടെ അരയ്ക്ക് കീഴോട്ട് മാത്രമേ പരിക്കുണ്ടായിരുന്നുള്ളൂ. അവർ ആദ്യഘട്ടം മുതൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ 2 പേര് ഇതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് സന്ധ്യയുടെ പ്രതികരണം ഈ കെട്ടിടത്തിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഈ തകർന്ന മൺകൂനയ്ക്കകത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് അവർ 2 പേര് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർ കരുതിയത്, കാരണം തിരിച്ചറിയുന്നത്. കാരണം ഈ ഭാഗത്തുള്ള എല്ലാവരോടും ഇന്ന് വൈകുന്നേരം മുതൽ ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞിരുന്നു. റവന്യൂ വകുപ്പ് പറയുന്നത് ഇന്നലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു എന്നാണ്. പക്ഷേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മലയ്ക്ക് അല്ലെങ്കിൽ ഈ റോഡിന് മുകളിൽ ഉള്ള ഭാഗത്ത് വലിയ വിള്ളൽ രൂപപ്പെട്ടത്. ആ വലിയ വിള്ളൽ രൂപപ്പെട്ടതിന് ശേഷം കളക്ടറെയും SP-യും അടക്കമുള്ളവരെ വിളിച്ചു, ഫോണിൽ ബന്ധപ്പെട്ടു. ആദ്യഘട്ടത്തിൽ പലരും ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരെ സഹായത്തിനായി വിളിച്ചു. പക്ഷേ ഇവരാരും ഫോൺ എടുത്തില്ല. അതിനുശേഷം വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും അടക്കം ഇവിടെ എത്തിയാണ് ഇവരോടൊക്കെ മാറാൻ ആവശ്യപ്പെട്ടത്. വൈകുന്നേരം ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇവരെല്ലാം ഇവിടെ നിന്ന് മാറി എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനുണ്ടായിരുന്നു. കാരണം ഇതൊരു ദുരന്ത നിവാരണ നിയമപ്രകാരം നടപ്പിലാക്കേണ്ട ഒരു ഇവാക്യുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒഴിപ്പിക്കലായിരുന്നു. ഇവിടെ നിന്ന് ഈ സന്ധ്യയും ബിജുവും മാത്രമാണ് ഇവിടെ നിന്ന് പോകാതെ ഈ വീട്ടിൽ തങ്ങിയത്. അത് രാത്രി ഇവരുണ്ടെന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല. സന്ധ്യയും ബിജുവും അവരുടെ തറവാട് ആ ഭാഗത്താണ്, അവിടെയാണ് തറവാടുള്ളത്. അങ്ങോട്ടേക്ക് മാറും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അവർ അതിനുശേഷം രാത്രി വൈകി ഇവിടെ എത്തി. അതായത് ഈ പരിസരത്തുള്ള മറ്റെല്ലാവരും ഒഴിഞ്ഞു പോയതുകൊണ്ട് ഈ വീട്ടിൽ മാത്രം ഒരാളുള്ള കാര്യം ആരും അറിയുകയും ചെയ്തില്ല. തീർച്ചയായിട്ടും ആരും അറിഞ്ഞില്ല. അതിനുശേഷമുള്ളൊരു പരിശോധന, ഇവിടെ ഇത്തരത്തിൽ ആരുമില്ല എന്നൊരു ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊരു പരിശോധനയും നടന്നില്ല. ഈ അപകടം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ആളുകൾ എത്തുന്നത്. ഈ 2 പേര് ഇതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്. ആദ്യഘട്ടത്തിൽ എത്ര പേരാണ് ഈ വീടിനുള്ളിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ കുടുംബം മക്കളടക്കമുള്ളവരുണ്ടോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മക്കളെ അവരൊക്കെ ബന്ധുക്കളെയൊക്കെ തറവാട്ട് വീട്ടിലേക്ക് മാറ്റിയിരുന്നു. ഇവർ 2 പേര് മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. രാത്രി ഏതാണ്ട് ഒരു 10-20 ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് ഈ റോഡിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങോട്ട് താഴേക്ക് പതിച്ചായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന മണ്ണിനേക്കാൾ കൂടുതൽ റോഡിന്റെ മുകൾ ഭാഗത്ത് നിന്നും കൂടി മണ്ണിടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അത് വ്യക്തമല്ല, കാരണം ഇടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ റോഡ് വഴി ആരും വന്നിട്ടില്ല. ഇതിനു മുമ്പ് വെച്ച് തന്നെ വഴി ബ്ലോക്കാണ്. പക്ഷേ ഈ വീടിരുന്നത് ഇവിടെയാണോ എന്ന കാര്യത്തിൽ സംശയമാണ്. അത് ആളുകളോട് പ്രദേശവാസികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വീട് മേളിൽ നിന്ന് ഊർന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. അതിനപ്പുറം ഒരു 2 വീടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ വീടിൻ്റെ ഒരു ഭാഗം പോലും കാണാനില്ല. ഈ വീട് ഒരുപക്ഷെ അതിൻ്റെ മേളിലാണ് ഉണ്ടായിരുന്നത്. റോഡിനോട് ചേർന്നാണ് ഈ വീട് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഊർന്ന് ഈ വീട് താഴേക്ക് പോരുകയായിരുന്നു. ഒരു 50 മീറ്ററിലധികം താഴേക്ക് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ മേൽവശത്ത് ഇനി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെളിച്ചം വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. കാരണം എത്ര വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ മാത്രമേ വ്യക്തമാകും. ഇപ്പോൾ പ്രദേശവാസികളുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ 6-7 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ ഭാഗികമായി തകർന്ന വീടുകളുണ്ട്. ഇതിൻ്റെ മേൽവശത്ത് എത്ര വീടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെന്ന് വെളിച്ചം വന്നാൽ കൂടുതൽ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ചിത്രീകരിച്ച ദൃശ്യം നമ്മുടെ കയ്യിലുണ്ട്. ആ സമയത്ത് പോലും വലിയ വിള്ളലുണ്ടായി എന്ന് പറയുന്ന മേഖലയിൽ ആ മലയ്ക്ക് മുകളിലേക്ക് JCB കയറ്റി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു.
അത്ര ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ദുരന്ത സാധ്യതയുണ്ട് എന്ന് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷവും വൈകുന്നേരം ഒരു 6 മണിക്ക് വന്ന് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ, പ്രാദേശികമായിട്ടുള്ള ആളുകൾ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ആ മലയ്ക്ക് മുകളിൽ ഒരു JCB ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം നിരുത്തരവാദപരമായിട്ടാണ് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നത്. ഈ ദേശീയപാതയുടെ ഒരു വശം വലിയ കുന്നാണ്. ആ കുന്നിൻ്റെ 1/3 പോലും ഭാഗത്ത് സംരക്ഷണ ഭിത്തിയില്ല. അതായത് നേരത്തെ നിർമ്മിച്ച ഏതാണ്ട് ഒരു പാളി പോലെയുള്ള സംരക്ഷണ ഭിത്തി കൊണ്ടുവന്ന് അവിടെ വെക്കുകയും അതിനുശേഷം അത് അവിടെ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. അതായത് പ്രീകാസ്റ്റ് ആയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് മല തുരന്നെടുത്തതിന് ശേഷം ആ ഭാഗത്ത് നിന്ന് മണ്ണ് താഴേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടി ഈ പ്രീകാസ്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് സാധനങ്ങൾ കൊണ്ട് നിരത്തി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? കോൺക്രീറ്റ് പാളികൾ കൊണ്ടുവന്ന് ചാരി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് മറ്റെന്തോ സിമെൻ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പിച്ചു വയ്ക്കുന്നു. അതുമാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ ഉയരത്തിൽ മൺതിട്ട നിൽക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ അത്തരമൊരു നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടില്ല. ഇവിടെ വലിയ രീതിയിൽ മേലിൽ നിന്ന് മണ്ണ് ഇടിച്ചു നീക്കിയിട്ടുണ്ട് റോഡിൻ്റെ ഭാഗമായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. ഇന്നലെ ഓറഞ്ച് അലർട്ടാണ്. സ്വാഭാവികമായും ഖനനം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. പക്ഷെ അതൊന്നും ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. കാരണം വലിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത്തരം വലിയ മലയ്ക്ക് മുകളിൽ JCB ഒക്കെ കയറ്റി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ലായിരുന്നു. പക്ഷെ അത് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇതിൽ ദേശീയപാത അധികൃതർ ഇക്കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ട്. നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം മണ്ണിടിച്ചിലും അനധികൃത ഖനനവും നടക്കുമ്പോൾ അത് നിയന്ത്രിക്കുകയോ അത് പരിശോധിക്കുകയോ ചെയ്യാൻ ദേശീയപാത അധികൃതർ തയ്യാറാകുന്നില്ല. റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് ദുരന്ത നിവാരണത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരാണ് ഓരോ തഹസിൽദാർമാരും. അവർക്ക് ഒരു ദുരന്തവും അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉള്ള ഘട്ടത്തിൽ ഇവിടെ 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായി പരിശോധിക്കണമായിരുന്നു. പക്ഷേ അവർ ആ രീതിയിൽ പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരുമ്പോൾ ഈ ദേശീയപാതയുടെ വീതി കൂട്ടലൊക്കെ നടക്കുമ്പോൾ പലയിടത്തും ഈ വലിയ മല കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 50 മീറ്ററൊക്കെ ഹൈറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടത് അവിടെ പല വീടുകളും കെട്ടിടങ്ങളും ഒക്കെ അതിന് മുകളിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട് എന്നല്ലേ ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്? അല്ല, ഇതിനു മുമ്പ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് അപ്പുറം കരടിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഏതാണ്ട് ഒരു 100 മീറ്റർ ഉയരത്തിൽ ഒരു കെട്ടിടം അപകടാവസ്ഥയിലുണ്ടായിരുന്നു. ആ കെട്ടിടം അതിനുശേഷം അവിടെ നിന്ന് പൊളിച്ചു നീക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതൊരു ഏലത്തോട്ടത്തിൻ്റെ സൈഡിലിരുന്ന കെട്ടിടമാണ്. അതിൻ്റെ ആ ചോട്ടിൽ നിന്ന് ആ തറയ്ക്കടിയിൽ നിന്ന് പോലും മണ്ണ് ഊർന്നു വന്നിരുന്നു. പക്ഷെ അത് കാര്യമായ പരാതി, ആ കെട്ടിടത്തിന് നഷ്ടപരിഹാരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായ പരാതികളില്ലാതെ അത് ഒഴിവാക്കിയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, മതിയായ സുരക്ഷയില്ലാതെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത്. നേര്യമംഗലം മുതൽ ഏതാണ്ട് പള്ളിവാസൽ വരെയുള്ള ഈ റോഡിൻ്റെ ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാർ വരെയുള്ള ഭാഗം, മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിൻ്റെ സമീപത്ത് വരെ ഈ റോഡിൻ്റെ ഒരു വശം, അതായത് മൂന്നാറിലേക്ക് വരുമ്പോൾ റോഡിൻ്റെ ഇടതുവശം എന്ന് പറയുന്നത് മലയാണ്. ആ മലയുടെ എല്ലാ ഭാഗവും അരിഞ്ഞുകൊണ്ടാണ് റോഡിൻ്റെ വീതി കൂട്ടൽ നടന്നിരിക്കുന്നത്. അവിടെയൊക്കെ മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി മണ്ണിടിച്ചിൽ ഈ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തതാണ്. നമുക്കറിയാം, കല്ലാർ ഭാഗത്തേക്ക്, അതായത് ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരട്ടുകാനം കഴിഞ്ഞ് കല്ലാർ ഭാഗത്തേക്ക്, ഇരട്ടുകാനം മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്ത് ഇതിനു മുമ്പ് ഈ കാലവർഷത്തിൽ തന്നെ പലതവണ മണ്ണിടിഞ്ഞിരുന്നു. ഏറെ നാൾ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ എന്നിട്ടും ഏതെങ്കിലും രീതിയിലൊരു നിയന്ത്രണം ഈ മണ്ണെടുപ്പിനോ അശാസ്ത്രീയമായിട്ടുള്ള ഖനനത്തിനോ ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടമോ നാഷണൽ ഹൈവേ അതോറിറ്റിയോ തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി ആദ്യ റീച്ച് നടന്നത് മൂന്നാർ മുതൽ ബോഡിമേട്ട് വരെയുള്ള ഭാഗത്തായിരുന്നു. ആ ഭാഗത്ത് വലിയ രീതിയിൽ അനധികൃത ഖനനം നടന്നു. പാറ പൊട്ടിച്ചുകൊണ്ടുപോയി. ഗ്യാപ്പ് റോഡ് ഇപ്പോഴും അതിൻ്റെ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പലതവണ അവിടെ മണ്ണിടിച്ചു. ഇപ്പോഴും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ റോഡ് അടച്ചിടേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മുന്നിലുള്ളപ്പോൾ പോലും ഇങ്ങോട്ടുള്ള ആ റോഡ് നിർമ്മാണത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ജാഗ്രത പാലിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ജനപ്രതിനിധികളടക്കം ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.
ജയന, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു നേരം പുലർന്നു വരുന്നു, ഇത്തിരി കൂടിയൊക്കെ കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വലിയ അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു വീടായിരുന്നു. ഇതൊരു നമുക്ക് ഈ അപകടത്തിൻ്റെ ഏറ്റവും ഭീകരത എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കോൺക്രീറ്റ് കെട്ടിടം അതൊരു പപ്പടം പോലെ പൊടിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. ഈ കെട്ടിടത്തിൻ്റെ അടിത്തറ തന്നെ ഊർന്നു പോയിരിക്കുകയാണ്. അതായത് മേളിൽ നിന്നും ആ മണ്ണ് അടിത്തറയോടുകൂടിയാണ് ഊർന്ന് താഴേക്ക് പതിച്ചത്. ആ താഴേക്ക് പതിച്ചതിൻ്റെ ആഘാതത്തിലാണ് ഈ കെട്ടിടം തകർന്നു പോയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു 2 നില കെട്ടിടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവശിഷ്ടം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഈ കെട്ടിടത്തിൻ്റെ അടിയിൽ നമുക്ക് ഒരുപക്ഷെ ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. നമ്മുടെ ക്യാമറമാൻ ബിനു പാവുമ്പ ഒന്ന് താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് വ്യക്തമാകും. അതായത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആ വീടിൻ്റെ ഏറ്റവും ഉള്ളിലെ കാഴ്ചകൾ. അതിപ്പോൾ ഏതവസ്ഥയിലാണ് ആ വീടുള്ളത് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. അതായത് ഒരു വലിയ കോൺക്രീറ്റ് വീടിൻ്റെ നിലവിലെ അവസ്ഥയാണ്. അത്രമാത്രം ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ വീടിനുള്ളിൽ ഫാൻ അടക്കമുള്ളവ ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ, ആ കോൺക്രീറ്റിൻ്റെ മേൽക്കൂരയിൽ നമുക്ക് കാണുകയും ചെയ്യാം. ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാകുന്നത് വലിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലാണ് ഇത്രയും ഭീകരമായ രീതിയിൽ ഈ അപകടം സംഭവിച്ചത് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്.